4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഇന്ന് രാജ്ഭവനിൽ രാഷ്ട്രപതി താമസിക്കും. നാളെ ശബരിമലയിലേക്ക് പോകും. ശബരിമലയിൽ ദർശനം നടത്തും. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ മനീഷ്. ഇന്ന് വൈകിട്ട് 6:20 വിമാനത്താവളത്തിൽ ദ്രൗപദി മുർമു എത്തിയത്. അവിടെ മുഖ്യമന്ത്രിയൊപ്പം തന്നെ ഗവർണറുടെ ഭാര്യയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഇന്ന് രാഷ്ട്രപതിക്ക് ഔദ്യോഗികമായ പരിപാടികളൊന്നുമില്ല. ഇന്ന് രാജ്ഭവനായിരിക്കും താമസം. ശേഷം നാളെ രാവിലെ 9:45 തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിലായിരിക്കും നിലയ്ക്കലിലേക്ക് എത്തുക. കാലാവസ്ഥ മോശമാണെങ്കിൽ നിലയ്ക്കലിലെത്താതെ പൂങ്കുന്ന ഹെലിപ്പാഡ് ഇറങ്ങുന്ന തരത്തിലേക്ക് യാത്ര ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് റോഡ് മാർഗം എത്തും. പമ്പയിൽ വെച്ച് അവിടെ പമ്പ സ്നാനം നടത്തും. അവിടെ ഗണപതി ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും കെട്ട് നിറയ്ക്കുക. പിന്നീട് അവിടെ സ്വാമി അയ്യപ്പൻ റോഡ് മാർഗമായിരിക്കും അവിടെ പ്രത്യേക ട്രാക്ടറിൽ, അത് ഗൂർഖ ട്രാക്ടറിലായിരിക്കും അവിടെ നിന്നും സന്നിധാനത്തേക്ക് എത്തുക. സന്നിധാനത്ത് ഉച്ചയ്ക്ക് ഉച്ചപൂജ വരെ സന്നിധാനത്ത് തൊഴുന്ന രീതിയിലായിരിക്കും രാഷ്ട്രപതി അവിടെ എത്തുക. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണി തൊഴുതിന് ശേഷം ദർശനം നടത്തിയതിനു ശേഷം സോപാനത്തിൽ ദർശനം നടത്തിയ ശേഷം പിന്നീട് വൈകിട്ട് 3 മണി വരെ അവിടെ പ്രത്യേകം സജ്ജീകരിച്ച വിശ്രമ മുറിയിൽ പ്രസിഡന്റ് വിശ്രമിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് സാധാരണ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നട തുറന്നു കൊടുക്കുക. അതായത് ഇന്നും നാളെയും ഈ പ്രസിഡന്റിന്റെ വരവോടുകൂടി, രാഷ്ട്രപതിയുടെ വരവോടുകൂടി തന്നെ സാധാരണ രീതിയിലുള്ള ദർശനം ഉണ്ടാവുകയില്ല. നാളെ വൈകിട്ടായിരിക്കും പിന്നീട് വീണ്ടും രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തും. നാളെ വൈകിട്ട് ഇവിടെ ഗവർണർ നൽകുന്ന പ്രത്യേക അത്താഴ വരുന്നുണ്ട്. 150ഓളം പ്രത്യേക വിശിഷ്ട അതിഥികൾ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഈ പ്രത്യേക അത്താഴ വിരുന്ന് ഹോട്ടൽ ഹയാത്തിൽ വെച്ചാണ്. അതിനുശേഷം അടുത്ത ദിവസമാണ് വർക്കലയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി സമ്മേളനം വർക്കലയിൽ 23-ന് അവിടെ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്ക് കോട്ടയത്തേക്ക് പോകും. കോട്ടയത്ത് അന്ന് പാലാ സെൻറ് തോമസ് കോളേജിൽ അവിടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അന്ന് രാത്രിയിൽ 23 രാത്രിയിൽ കുമരകത്താണ് പ്രസിഡന്റ് താമസിക്കുക. അതിനുശേഷം 24-ന് എറണാകുളത്ത് സെൻറ് തെരേസാസ് കോളേജിലേക്ക് പോകും. അവിടെ പരിപാടിയുണ്ട്. അവിടുത്തെ പരിപാടിക്ക് ശേഷം വൈകിട്ട് പ്രസിഡന്റ് 24-ന് ദ്രൗപദി മുർമു തിരികെ ഡൽഹിയിലേക്ക് മടങ്ങും. അങ്ങനെ ഇന്ന് തുടങ്ങി 4 ദിവസത്തെ സന്ദർശനമാണ് കേരളത്തിൽ ദ്രൗപദി മുർമു നടത്തുക. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.